നാളെ അതായത് സെപ്റ്റംബർ 20 എളമക്കരയിൽ വെച്ച് ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി നടക്കുകയാണ്. അതായത് ആരോഗ്യ ഭാരതിയുടെ അഖില ഭാരതീയ പ്രതിനിധി മണ്ഡൽ സമ്മേളനമാണ് നടക്കുന്നത്. ശരിക്കും എന്താണ് സാർ ആരോഗ്യ ഭാരതി എന്ന് പറയുന്ന സംഘടന? ആരോഗ്യ ഭാരതി എന്ന് പറയുന്നത് അഖില ഭാരതീയ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു NGO ആണ്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന കുറേയധികം ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. ആരോഗ്യ സേവന രംഗത്ത് പല സംഘടനകളും പ്രവർത്തിക്കുന്നെങ്കിലും ആരോഗ്യ വിജ്ഞാനത്തെ എല്ലാ തലത്തിലെത്തിക്കാനും എങ്ങനെ ആരോഗ്യകരമായി ജീവിക്കാമെന്ന് ജനങ്ങളെ പഠിപ്പിക്കാനുമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ എല്ലാ തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർമാരുണ്ട്. അപ്പോൾ ആയുർവേദം, അതുപോലെ മോഡേൺ മെഡിസിൻ, അതുപോലെ നാച്ചുറോപ്പതി, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ തരത്തിലുള്ള ആരോഗ്യ വിജ്ഞാന ശാഖകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. കൂടാതെ സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. ആരോഗ്യ ഭാരതിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നാം ഉദ്ദേശിക്കുന്നത് ഈ രാഷ്ട്രത്തിലെ ജനങ്ങളെല്ലാവരും തന്നെ പ്രതിരോധ പ്രവർത്തനത്തിലൂടെയും ആരോഗ്യ സംവർദ്ധകങ്ങളായിട്ടുള്ള ജീവിത ശൈലി കൊണ്ടും ആരോഗ്യവാന്മാരായി മാറുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു ലക്ഷ്യം, ഇപ്പോൾ ഒരു വ്യക്തി സ്വസ്ഥനാവുക, ആ വ്യക്തിയുടെ കുടുംബത്തിലെ മറ്റ് വ്യക്തികളും കൂടെ സ്വാസ്ഥ്യം അനുഭവിക്കുമ്പോൾ ആ കുടുംബത്തെ സ്വസ്ഥ വ്യക്തിയിൽ നിന്ന് സ്വസ്ഥ പരിവാറായിട്ട് മാറുക, സ്വസ്ഥ കുടുംബമായിട്ട് മാറുക. അങ്ങനെ സ്വാസ്ഥ്യമുള്ള കുടുംബങ്ങളുടെ സംഘാതമായ ഒരു ഗ്രാമത്തെ നാം പ്രതീക്ഷിക്കുന്നു. ആ ഗ്രാമത്തെ നാം സ്വസ്ഥ ഗ്രാമം എന്ന് വിളിക്കും. അങ്ങനെ സ്വസ്ഥ ഗ്രാമങ്ങളുടെ സംഘാതമാണ് സ്വസ്ഥ രാഷ്ട്രം. അങ്ങനെ വ്യക്തിയിൽ നിന്ന് രാഷ്ട്രത്തിലേക്ക് ആരോഗ്യകരമായ ഒരു ജീവിതത്തെ പടുത്തുയർത്തുവാൻ വേണ്ടി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്, ഒരു പ്രസ്ഥാനമാണ് ആരോഗ്യഭാരതി. ആരോഗ്യഭാരതിയിൽ ഇപ്പോൾ ഈ സമ്മേളനം നടക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് ശരിക്കും? ഈ ആരോഗ്യഭാരതിയുടെ ആവിർഭാവം കേരളത്തിലാണ്, ഈ കൊച്ചിയിലാണ്. അത് ലോക ആരോഗ്യ രംഗത്ത് ആയുർവേദത്തെ പ്രതിഷ്ഠിച്ച വേൾഡ് ആയുർവേദ കോൺഗ്രസ് അത് നടത്തിയത് ഇവിടുത്തെ സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനവും ഇപ്പോൾ വിജ്ഞാന ഭാരതി എന്ന് പറയുന്ന സംഘടന ആണ്. അപ്പോൾ ആ സംഘടന ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ദേശീയ ബോധമുള്ള കുറേയേറെ ആരോഗ്യ പ്രവർത്തകർ ഒന്നിച്ചു കൂടുകയും അന്ന് ധന്വന്തരി ജയന്തിയായിരുന്നു. 2002 നവംബർ 2 കൃഷ്ണത്രയോദശി ദിവസം, അതായത് കാർത്തിക മാസത്തിലെ കൃഷ്ണത്രയോദശി ദിവസം, അതിനൊരു പ്രത്യേകതയുണ്ട്. അന്നാണ് ധന്വന്തരി ജയന്തി. ആ ദിവസമാണ് ആരോഗ്യഭാരതി ആവിർഭവിക്കുന്നത്. ഇത് 23 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ നടത്തുകയാണ്. കേരളത്തിൽ ഈ നടത്തുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇവിടെയാണ് ആരോഗ്യഭാരതി ഉണ്ടായതെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ അത് വളർന്ന് പന്തലിച്ച് വലിയ വടവൃക്ഷമായി മാറി. കേരളത്തിൽ അത്രമാത്രം ഇളക്കമുണ്ടാക്കുവാൻ ആരോഗ്യഭാരതിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ചില കേന്ദ്രങ്ങളിൽ, മലപ്പുറം, തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ കോട്ടയം തുടങ്ങിയ മേഖലകളിൽ ആരോഗ്യഭാരതി, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആരോഗ്യഭാരതി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ കേരളം മൊത്തമുള്ള ഒരു പ്രവർത്തനത്തിനെ പ്രബലപ്പെടുത്തുവാൻ, കേരളത്തിലെ പ്രവർത്തകരെ പരിശീലിപ്പിക്കുവാനും ഒക്കെ ആയിട്ടാണ് കേരളത്തിൽ ആരോഗ്യഭാരതി ഈ അഖില ഭാരതി സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അത് ഒരു 700ഓളം പ്രതിനിധികൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വരും. ഒരു വർഷം നമ്മൾ കൂടിയിട്ട് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അടുത്ത വർഷത്തെ പ്രവർത്തനങ്ങൾ പദ്ധതി ഇടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ അഖില ഭാരതീയ പ്രതിനിധി മണ്ഡൽ സമ്മേളനം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രവർത്തന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പം ഉദാഹരണത്തിന് നമ്മളുടെ കൂട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സേവാഭാരതി. സേവാഭാരതി സേവന പ്രവർത്തനങ്ങളിലാണ്. അപ്പോൾ അവർ തൊഴിൽ നൽകുന്നു, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ദുരന്ത നിവാരണം നടത്തുന്നു, ആരോഗ്യരംഗത്ത് സേവനങ്ങൾ നടത്തുന്നു, ആവശ്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പക്ഷേ ആരോഗ്യഭാരതി പ്രവർത്തിക്കുന്നത് ജനങ്ങളെ വേണ്ടത്ര കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു ബോധന സംഘടനയാണ് ആരോഗ്യഭാരതി. ആരോഗ്യഭാരതി ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെല്ലാ സിസ്റ്റത്തിനെയും നമ്മൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ ആയുർവേദത്തിലാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ആയുർവേദത്തിൽ 2 ഇതുണ്ട്, ആതുരവൃത്തവും സ്വസ്ഥവൃത്തവും. ഇപ്പോൾ സ്വസ്ഥവൃത്തത്തിൽ അത് ഡീൽ ചെയ്യുന്നത് ഈ ദിനചര്യ, അതുപോലെ ഓരോ ഋതുക്കളിലും മാറി വരുമ്പോൾ ഋതുചര്യ, എല്ലാ ആണ്ടിൽ 365 ദിവസവും ചെയ്യേണ്ട ദിനചര്യയുണ്ട്. പക്ഷേ ഓരോ ഋതുക്കൾ മാറുമ്പോഴും അതിൽ ചെയ്യേണ്ട ചില മാറ്റങ്ങൾ, ഈ 2 കാര്യങ്ങളെയും സമ്മേളിപ്പിച്ചുകൊണ്ട്
ഒരു ജീവിതശൈലി ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ അതിനനുസരിച്ചുള്ള ഒരു ജീവിതശൈലി നടന്നു വന്നിരുന്നു. പിന്നീട് പലതരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ വന്നു, വൈദേശികമായിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ വന്നു. ആ വൈദേശിക ഇൻഫ്ലുവൻസ് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ചിരപുരാതനമായിട്ടുള്ള ഒരു ആരോഗ്യ ജീവിത ശൈലി നമുക്കുണ്ടായിരുന്നു, അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ആധുനിക കാലത്തെ എല്ലാ വിജ്ഞാനങ്ങളെയും സ്വീകരിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പദ്ധതി. അതിനനുസരിച്ച് നമ്മുടെ ഒരു ഇൻ്റഗ്രേഷൻ, അത് ഒരു സമ്മിശ്രമായിട്ടുള്ള ചികിത്സാരീതി അവതരിപ്പിക്കുക എന്നുള്ളതല്ല, വളരെ ഭാവാത്മകമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻ്റഗ്രേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ജനങ്ങളുടെ ആകമാനമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ സംബോധന ചെയ്യുകയും ഒപ്പം അതിനെ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ആത്യന്തികമായ ആരോഗ്യഭാരത ലക്ഷ്യം. എന്തായാലും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഈ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല. ആയുർവേദമുണ്ട്, ഈ പറയുന്ന അലോപ്പതിയുണ്ട്, ഹോമിയോപ്പതിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ സർക്കാരിന് തന്നെ വിവിധ പദ്ധതികളുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കാറുണ്ടോ ആരോഗ്യഭാരതി? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളുടെ സംഘടനയുടെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടാണ് അഖില ഭാരത തലത്തിൽ ആരോഗ്യ നയം തന്നെ രൂപീകരിക്കുന്നത്. ഇപ്പോൾ ദേശീയതയോട് പ്രതിബദ്ധതയുള്ളൊരു സർക്കാരാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിൻ്റെ 100ാം വാർഷികം ആചരിക്കുന്ന സമയത്ത് അത് മുന്നോട്ട് വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. വൈഭവമുള്ള ഒരു രാഷ്ട്രം, അവിടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. അതെ, മോഹൻജി ഭാഗവത് അതിനെ പറ്റിയിട്ട് എടുത്തു പറയുകയും ചെയ്തിരുന്നു. അതെ. അപ്പോൾ നമ്മൾ ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെടുന്ന ആരോഗ്യ നയത്തിൽ നാം നൽകിയ പല നിർദ്ദേശങ്ങളും അവർ സ്വീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ നമ്മൾ പലപ്പോഴും അതിനെ പല കോണുകളിൽ നിന്നും വിമർശന ബുദ്ധിയ കാണുന്നുണ്ട്. വിമർശനങ്ങളെ നമ്മൾ എപ്പോഴും സ്വാഗതം ചെയ്യും. ആ വിമർശനങ്ങളും കൂടെ നമ്മളെ എൻറിച്ച് ചെയ്യുമ്പോഴാണ് അത് വ്യക്തമായ ഒരു ഐഡിയയിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും വിമർശനങ്ങളെ നമ്മൾ സ്വീകരിക്കുക. നമ്മളൊരു ജനാധിപത്യ സങ്കല്പമുള്ള ഒരു ദേശീയ പ്രസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും അതിനെ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ എവിടെയാണോ വീഴ്ചകളുള്ളത്, എവിടെയാണ് ഇപ്പോൾ ആരോഗ്യരംഗം നമ്മൾ പരിപൂർണമായിട്ടും വിജയത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കേരളത്തിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളല്ല ഇന്ന് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ചില കുഴപ്പങ്ങളുണ്ടാവും. ആ കുഴപ്പങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കുഴപ്പങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ എതിർക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിനെ നമ്മൾ സംബോധന ചെയ്യുക എന്നുള്ളത്, അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നതിനകത്ത് എല്ലാ സിസ്റ്റങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ശക്തിയും ദൗർബല്യവും ഉണ്ട്. അപ്പോൾ ആ ദൗർബല്യങ്ങളെ മാറ്റുകയും ശക്തിയെ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള ഒരു ഉന്നം കൂടി ആരോഗ്യഭാരതിക്കുണ്ട്. അതായത് സമഗ്രമായിട്ടുള്ള ഒരു മുന്നേറ്റം ജനങ്ങളുടെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ജനങ്ങളുടെ ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മോഹൻ ഭാഗവത് പറഞ്ഞ ശരിക്കും ആ കാര്യമാണ്, സർസംഘചാലക് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം വിദ്യാഭ്യാസം, ഈ പറയുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒന്നാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന രാഷ്ട്രവൈഭവത്തിൻ്റെ ആണിക്കല്ല് ആരോഗ്യം കൊണ്ടാണ് എന്നുള്ളതാണ്. ആണല്ലോ കാര്യം. ഇപ്പോൾ നമ്മൾ ധനം കുറഞ്ഞു പോയാൽ നമ്മൾ ധനം സമ്പാദിച്ചെടുക്കുക. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, നമുക്ക് പരിഹരിക്കാൻ വയ്യാത്ത പല ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഒരു വ്യക്തിയുടെ തകർച്ച, അതുപോലെ തന്നെ അതുമൂലമുണ്ടാകുന്ന കുടുംബ തകർച്ച, അങ്ങനെ രാഷ്ട്രത്തിനുണ്ടാകുന്ന വലിയ നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ബോധവാന്മാരല്ല. ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ അഭിസംബോധന ചെയ്യുന്നതല്ലാതെ ഇത് ടോട്ടലായിട്ടുണ്ടാക്കുന്ന, സമഗ്രമായിട്ടുണ്ടാക്കുന്ന നാശങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തുമാത്രമാണ്. ഇപ്പോൾ ചില വളരെ മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രശ്നം, അത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റിന് 30, 40, 50 ലക്ഷം വരെയാണ് കുടുംബം തകർന്നു പോവുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം, അത് ഗവേഷണ ബുദ്ധിയ സമീപിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ മറ്റ് പല മാർഗങ്ങളിലൂടെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും സമഗ്രമായിട്ട് നമ്മളിതിനെ കണ്ടാൽ മാത്രമേ ഇതിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തന്നെ ആരോഗ്യഭാരതി ഈ സ്വാസ്ഥ്യത്തെക്കുറിച്ച് പല സങ്കല്പങ്ങളാണുള്ളത്. ശാരീരിക ആരോഗ്യം, മാനസികാരോഗ്യം, അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള ആരോഗ്യം, സാമൂഹിക ആരോഗ്യം, ആധ്യാത്മിക ആരോഗ്യം, സാമ്പത്തിക ആരോഗ്യം വരെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ആരോഗ്യം പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് ഇപ്പോൾ ചില ചെറിയ അസുഖങ്ങൾക്ക് നമ്മുടെ ഹോം റെമഡി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പല പദ്ധതികൾ 10-24 പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഗ്രഹ ഔഷധി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഗ്രാമത്തെ സ്വസ്ഥ ഗ്രാമമാക്കി പരിവർത്തനപ്പെടുത്താനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും വിജയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ചില പ്രോജക്റ്റുകൾ എടുത്തിട്ട് ഗുജറാത്തിലെ കച്ചിൽ നമ്മളങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തിട്ട് വലിയ വിജയം ഉണ്ടായി. അതുപോലെ തന്നെ ഈ ഗർഭസംസ്കാരം, ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളുടെ
ആരോഗ്യത്തെക്കുറിച്ച് വളരെ ആശങ്കാകുലരാണ് എല്ലാവരും. അതിന് നമ്മൾ വലിയ ഒരു കാഴ്ചപ്പാട് നമ്മൾ ആയുർവേദത്തിൻ്റെയും മോഡേൺ മെഡിസിൻ്റെയും സഹായത്തോടു കൂടി, ആയുർവേദത്തിന് വലിയ കാഴ്ചപ്പാടാണ് ഗർഭസംസ്കാരത്തെക്കുറിച്ചിട്ടുള്ളത്. ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അച്ഛനും ബീജദാതാവായിട്ടുള്ള അച്ഛനും ഗർഭം സ്വീകരിക്കുന്ന അമ്മയും ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെറുപ്പം മുതലേ ചെയ്തു വരേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആയുർവേദം വിശദമായി പറയുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു സംസ്കാരം ജനങ്ങളിൽ എത്തിക്കാനും ആരോഗ്യഭാരതിക്ക് ഉദ്ദേശമുണ്ട്. അത് ബംഗാളിലും മറ്റു ചില സംസ്ഥാനങ്ങളിൽ നമ്മൾ നടത്തുകയും ഗുജറാത്തിലൊക്കെ നടത്തുകയും വലിയ വിജയം നമ്മൾ നേടുകയും ചെയ്തിട്ടുണ്ട്. നാളെ ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയാണ് കൊച്ചിയിൽ നടക്കുന്നത്. ആരൊക്കെയാണ് ഈ ആരോഗ്യഭാരതിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ? നാളെ വരുന്നതിൽ നമ്മുടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സഹസർക്കാര്യവാഹ് ഡോക്ടർ കൃഷ്ണഗോപാൽജി, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട സന്ദേശം നൽകാൻ എത്തിയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ പത്മശ്രീ ഡോക്ടർ രാജേഷ് കൊട്ടേച്ച, അദ്ദേഹം ആയുഷിൻ്റെ സെക്രട്ടറിയാണ്, ഗവൺമെൻറ് സെക്രട്ടറിയാണ്, അദ്ദേഹം നാളെ വരുന്നുണ്ട്. അതുപോലെ UGCയുടെ വൈസ് ചെയർമാനായിരുന്ന ഡോക്ടർ ഭൂഷൺ പട്വർദ്ധൻ, അദ്ദേഹം നമ്മുടെ നീതി ആയോഗിൻ്റെ ഈ ഇൻ്റഗ്രേഷൻ ഇതിൻ്റെ ടാസ്ക് ഫോഴ്സിൻ്റെ വൈസ് ചെയർമാനാണ്, അപ്പോൾ അദ്ദേഹം ഉണ്ടാവും. പിന്നീട് ഈ മാനേജ്മെൻറ്റ് ഗുരുവായിട്ടുള്ള ശ്രീ രഘുരാമൻ, അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ ഇതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അഖില ഭാരതീയ നേതാക്കന്മാരായിട്ടുള്ള അഖില ഭാരതീയ ഓർഗനൈസിംഗ് സെക്രട്ടറി, സംഘടനാ സെക്രട്ടറി ഡോക്ടർ അശോക് കുമാർ വാർഷ്ണേജി ഉണ്ട്. അതേപോലെ ജോയിൻ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി, അഖില ഭാരതീയ ജോയിൻ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ മുരളീകൃഷ്ണജി, അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആളാണ്, അദ്ദേഹം വന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ അഖില ഭാരതീയ അധ്യക്ഷൻ ഡോക്ടർ രാകേഷ് പണ്ഡിത, അദ്ദേഹം ഹിമാചൽ പ്രദേശിൽ നിന്നാണ്, അദ്ദേഹം എത്തിയിട്ടുണ്ട്. അതുപോലെ മധ്യപ്രദേശിൽ നിന്നുള്ള നമ്മുടെ ജനറൽ സെക്രട്ടറി, അഖില ഭാരത് ജനറൽ സെക്രട്ടറി ഡോക്ടർ സുനിൽ ജോഷി, അങ്ങനെ ധാരാളം പേര്, ഒരു 700ഓളം പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും കൂടിയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, മോഹൻ ഭാഗവത് സംഘത്തിൻ്റെ സർശങ്ക ചാലക് പറഞ്ഞ ഒരു കാര്യം, ആരോഗ്യം അത് സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ വിപത്ത് സംഭവിച്ചേക്കുമെന്നുള്ളതാണ്. ഈ പറയുന്ന നമ്മളുടെ പ്രവർത്തനം, സംഘടനയുടെ പ്രവർത്തനം, അതിന് എത്രത്തോളം ഊർജം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അദ്ദേഹം, മോഹൻ ഭാഗവത്ജി, രാഷ്ട്ര ജീവിതത്തെ സംബന്ധിച്ച് സമഗ്ര മേഖലകളെക്കുറിച്ചും അഭിപ്രായങ്ങൾ പറയുകയും അനുസരിച്ചുള്ള അതാത് സംഘടനകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യാറുണ്ട്. അതുപോലെ ആ നിർദ്ദേശത്തെ നമ്മൾ ശിരസാ വഹിക്കുകയും തീർച്ചയായിട്ടും 100ാം വർഷത്തിലേക്ക് കടക്കുന്ന സംഘത്തിന് ഒരു പൊൻതൂവലായിട്ട് ആരോഗ്യഭാരതി മാറുവാൻ പരമാവധി പരിശ്രമിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളെക്കുറിച്ച് പ്രത്യേകം ചർച്ച ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ദേശീയ സംഘടനാ സെക്രട്ടറി ഡോക്ടർ അശോക് കുമാർ വാർഷ്ണേയ അടിവരയിട്ട് പറയുകയും ചെയ്തു ഞങ്ങളോടൊക്കെ. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മളെപ്പോഴും വളരെ ബഹുമാനത്തോടെയും ആർജവത്തോടെയും ആത്മാർത്ഥതയോടെയും സ്വീകരിക്കുകയാണ് ചെയ്യുക. തീർച്ചയായും ആരോഗ്യഭാരതിയുടെ മുന്നോട്ട് പോക്കും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ രാജ്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ ഈ പരം വൈഭവത്തിലേക്ക് തന്നെ എത്തിക്കട്ടെ. നമ്മുടെ വരും തലമുറകളുടെ എല്ലാം ആരോഗ്യത്തിന് ഏറ്റവും നല്ല സ്വാസ്ഥ്യം ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.